ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് ഇടപെട്ട് കൗൺസിൽ യോഗം നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. തികച്ചും ഇത് ജനങ്ങൾ തീരുമാനിച്ച് ജനപ്രതിനിധികളായവരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. അവരെ കളിയാക്കുന്ന തരത്തിൽ, അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു കയ്യാങ്കളിയും വാക്പോരുമാണ് ഇന്ന് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നത്. വൈസ് ചെയർമാൻ, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിപ്പോൾ കുറേ കാലമായി അവർ തുടർന്ന് പ്രതിപക്ഷം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മൾ ഇവിടുത്തെ നമ്മുടെ 33 വാർഡിലെ ജനങ്ങൾക്ക് പറ്റിയ രീതിക്കനുസരിച്ച് പദ്ധതിയും കാര്യങ്ങളും ഓരോന്നും ജനജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുക. പക്ഷേ വളരെ ബോധപൂർവമായിട്ട് അതിനെല്ലാം തട്ടിമാറ്റുന്ന രീതിക്കനുസരിച്ച് നമ്മൾ എന്ത് കൊണ്ടുവന്ന് വരുന്നോ അതിനെ പ്രകോപിതമാക്കുന്ന രീതിക്കനുസരിച്ചിട്ടാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സുബീഷ്, അതുപോലെ തന്നെ നിഷാദ് പെരുമാറുന്നു. ഇന്നൊക്കെ കാട്ടിക്കൂട്ടിലെ പേക്കൂത്തുകളെ കണ്ടാൽ ഞെട്ടുന്ന രീതിക്കനുസരിച്ച് ഞങ്ങളത് സ്വാഭാവികയുടെ 2 പ്രമേയം കൊണ്ടുവന്നു. 2 കുട്ടികളാണ് പ്രമേയം കൊണ്ടുവന്നത്. ഒന്ന് സാജിദ, നമ്മുടെ കൗൺസിലർ സാജിദ ഒരു പ്രമേയം കൊണ്ടുവന്നു. വളരെ വളരെ ആവശ്യമായുള്ള, സാമൂഹികപരമായിട്ട് ആവശ്യമായുള്ള ഒരു പ്രമേയമാണ് ആ കുട്ടി കൊണ്ടുവന്നത്. കാരണം ആ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നുള്ളതിൽ, ആ പദ്ധതിയിൽ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ 2 മാസമായിട്ട് LDF സർക്കാരുള്ള സമയത്ത് ഫെബ്രുവരി മാർച്ച് കൊടുത്തു കഴിഞ്ഞു. ഏപ്രിൽ മെയിൽ കൊടുത്തിട്ടില്ല. വാർഡിനകത്ത് എല്ലാ വാർഡിലും ഇവിടെ 3148 പേർക്ക് കിട്ടുന്നുണ്ട്. 300 ചില്ലാനം അപേക്ഷകൾ ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഇപ്പോൾ ആ പെൻഷൻ കിട്ടുന്നവരും ഇനി കിട്ടാൻ പോകുന്ന അപേക്ഷിച്ചവരും ചോദിക്കുക എന്തായി എന്നുള്ളത്. അപ്പോൾ അവരൊരു ആശങ്ക നമ്മൾ പറയണ്ടേ? ആരുടെ പറയുന്നത്? വളരെ മര്യാദപൂർവ്വം സർക്കാരിൻ്റെ അടുത്താണ് ആവശ്യപ്പെടുന്നത്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ 2 മാസത്തെ പെൻഷനും ഉടനടി കൊടുക്കണം എന്നുള്ള ഒരു പ്രമേയമാണ്. ആ കുട്ടി വളരെ സുതാര്യരും. ഇത് വന്നോട് കൂടിയിട്ടാണ് സുബീഷും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ കൗൺസിലർമാരും, പ്രതിപക്ഷത്തുള്ള UDFൻ്റെ കൗൺസിലർമാർ ഒന്നടങ്കം അവർ നമുക്കെതിരായിട്ട്, സുബീഷും നിഷാദൊക്കെ ഒരു ഘട്ടത്തിൽ ഡയസിനെ ആക്രമിക്കരുത്. നോക്കൂ, നമ്മുടെ ചെയർപേഴ്സൺ വളരെ മര്യാദപൂർവ്വം ഇരിക്കുമെന്നടക്കം പറയുമ്പോൾ പള്ളി പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുള്ള ധിക്കാര ഭാഷയാണ് അവർ ഉപയോഗിക്കുക. സുബീഷ് പിന്നെ സ്വാഭാവികമായിട്ട് പൊതുയോഗ പ്രസംഗമാണ് ആദ്യം തൊട്ട് അവസാനം. നിങ്ങൾക്കറിയാലോ, സ്വാഭാവികമായിട്ട് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ഇത് കലക്കണം എന്ന് ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുള്ള പ്ലാനിങ്ങോട് കൊണ്ടുവരികയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്കുള്ള പദ്ധതികൾ ഇപ്പോൾ നോക്കൂ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് നമ്മുടെ വാർഡ് തല യോഗം വരാൻ നിൽക്കുകയാണ്. ഗ്രാമസഭകൾ അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കേണ്ട, എത്രയോ പദ്ധതികൾക്ക് ഗുണഭോക്താക്കളുടെ തിരഞ്ഞെടുക്കപ്പെടേണ്ട, അതാണ് ഇവർ അലങ്കോലപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ സമാധാനപൂർവ്വമായിട്ട് ഇനി 2:30 കൂടാൻ വേണ്ടി തീരുമാനിച്ചു. അതവരെ ടാർഗറ്റിംഗ് ആണ്. ആ ടാർഗറ്റിംഗ് അവരെ നടപ്പാക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ചെയർപേഴ്സണെതിരൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. ചെയർപേഴ്സൺ പലതവണ ഇരിക്കാൻ പറഞ്ഞിട്ടും അവർ കൂട്ടാക്കാതെ ഡയസിലേക്ക് കയറി വരുന്ന രംഗങ്ങൾ വരെ ഉണ്ടായി. എന്താണ്? അതെ, ഇന്നത്തെ കൗൺസിലിൽ നമ്മൾ ഒരു മുൻവിധി ഇല്ലാത്തൊരു പ്രവർത്തനം തന്നെയായിരുന്നു നടന്നത്. നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെയധികം ഖേദകരമുണ്ട് നന്നായിട്ട് പെരുമാറിയത്. കാരണം 6 മാസത്തോളമായി നമ്മുടെ പുതിയ ഭരണസമിതി വന്നിട്ടുള്ളത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു കൗൺസിൽ ഇതുവരെ നടന്നിട്ടില്ല. എന്താണെന്നറിയില്ല, അവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഒരു പ്രീ പ്ലാനഡ് ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. നമ്മുടെ 2 കൗൺസിലേഴ്സ് 2 തെരുവുനായ ശല്യത്തെ ചൊല്ലിയും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഡിങ്ങിനെ കുറിച്ചിട്ടും പ്രമേയം അവതരിപ്പിച്ചു. ആ 2 പ്രമേയത്തിന് ഒരു ക്ലേശമായി അല്ലെങ്കിൽ ഒരു പരിഹാസ രീതിയിലുള്ള ഒരു അനുഭാവമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന്. പ്രത്യേകിച്ച് സുബീഷ് കൗൺസിലർ അവർ പരിധി വിട്ടിട്ടാണ് അവരോട് പെരുമാറിയത്. ഒരു സ്ത്രീയാണ് എന്നും പോലും നോക്കാതെയാണ് നമ്മുടെ സാജിദ കൗൺസിലറോട് അവർ സംസാരിച്ചത്. അതിനുശേഷമാണ് ഡൈസിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ട് അതൊരു കാരണമാക്കിയെടുത്ത് ഡൈസിന് നേരെയും അതുപോലെ തന്നെ നമ്മുടെ നേരേക്ക് വന്നിട്ട് അക്രമാസക്തമായി പെരുമാറിയിട്ടുണ്ട്. ഒരു കയ്യാങ്കളിയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ? ഒരിക്കലുമില്ല. നല്ല സുഗമമായി നടത്തിപ്പോണ്ട ഒരു കൗൺസിൽ തന്നെയായിരുന്നു. വലിയ ചർച്ചാ വിഷയമാവേണ്ട ഒരു കാര്യങ്ങൾ നമ്മൾ അജണ്ട പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 33ഓളം അജണ്ടകൾ നമുക്ക് അതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. നമ്മുടെ വൈസ് പറഞ്ഞ പോലെ വാർഡ് സഭകൾ കൂടുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരുപാട് അജണ്ടകളാണെന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. അതെല്ലാമാണ് അവരിന്ന് തട്ടിത്തെറിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം വെക്കാൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ സുഗമമായി നടത്തിപ്പോകാമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ആ ഒരു കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് അധ്യക്ഷയായ എന്നെ കൂടി അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരമാണ്. വീട്ടിൽ പോയി ഇരുന്നൂടെ, അല്ലെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അത്രക്ക് വലിയ ഒരു ക്ലേശമായ വാക്കാണോ എന്നുള്ളത്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ളത്, നമ്മൾ പള്ളിയിൽ പോയി പറയുന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഏത് തരത്തിലാണ് അത് ഉപയോഗിക്കാറ് എന്നുള്ളത്. അത് കൗൺസിലർക്ക് അറിയണ്ടാവില്ല, അതായിരിക്കും സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നതാണല്ലോ പള്ളിയിൽ പോയി പറഞ്ഞ എന്നുള്ളതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഖേദകരമുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് എന്താണോ അവരുടെ തീരുമാനം എന്നുള്ളത് അറിയട്ടെ.
ശരിക്കും പ്രമേയം അവതരിപ്പിക്കുക സുബീഷ് കൗൺസിലർ അവഹേളിച്ചിട്ടുണ്ടോ? അവഹേളിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സുതാര്യമായിട്ടാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്തുകൊണ്ട് വൈകുന്നു, അത് മുടക്കം തെറ്റിയ തവണകൾ വീണ്ടും, അതായത് വാർഡുകളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം കിട്ടിയിരുന്നതായിരുന്നല്ലോ, അതെന്തുകൊണ്ട് ഇപ്പം നിർത്തലാക്കി, എന്താണ് കിട്ടാത്തത്? ഞാൻ അതിൽ എൻ്റെ പ്രമേയം എടുക്കും. എൻ്റെ പ്രമേയം ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കാം. പ്രമേയത്തിൽ ഞാൻ ആ പദ്ധതി നിർത്തലാക്കി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല, എഴുതിയിട്ടില്ല. അത് നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ടാണ് സുബീഷ് കൗൺസിലർ എന്നെ ഭയങ്കരമായ ഒരു സ്ത്രീ വനിതാ കൗൺസിലർ എന്നുള്ള ഒരു പരിഗണന തരാതെ, അത് എത്രത്തോളം നമ്മളെ വേദനിപ്പിച്ചു എന്നുള്ളത് അവരുടെ അടുത്തുകൊണ്ട് അവരെ ഭാര്യ ഒരു കൗൺസിലർ ഇരിക്കുന്നുണ്ട്. അവർ പറയണ്ടേ ഇവരൊരു വനിതയാണ്, അവരെ ഇത്രത്തോളം അവഹേളിക്കരുത് എന്നുള്ളൊരു വാക്ക് പറയണ്ടേ? ഇത് ഭയങ്കരമായിട്ടുള്ള. പിന്നെ അവർ പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾ അതിനെതിരെ നമ്മളങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഭരണപക്ഷത്തുള്ള ഒരു കൗൺസിലർമാരും കയറി ഇടപെടാറില്ല. അവരെ സംസാരം കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ള സമയത്ത് നമ്മൾ പറയും. അവരങ്ങനെയല്ല, നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പറയുക. അവർക്ക് മാത്രം പറയാനുള്ളതല്ലല്ലോ കൗൺസിൽ, നമുക്കും ഇല്ല അവകാശങ്ങൾ. നമ്മളും ജനങ്ങൾ തെരഞ്ഞെടുത്ത് വന്ന ഒരു ജനപ്രതിനിധിയാണ്, വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന ഒരാളല്ല. ഒരു വാർഡിൽ എങ്ങനെയാണോ നിന്ന് മത്സരിച്ച് വന്നത് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്. എന്നിട്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഈ കൗൺസിൽ യോഗം എന്ന് പറഞ്ഞാൽ സുബീഷ് കൗൺസിലർക്കും നിഷാദ് കൗൺസിലർക്കും പിന്നെ ഒരു ഷോ കാണിക്കാനുള്ളതായിട്ടാണ് അവരെ കണക്ക്, അതിനുള്ളൊരു വേദിയായിട്ട് അവർ കണക്കാക്കുകയാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. പറയാനുള്ളത് പറയണം, ചർച്ച ചെയ്യാനുള്ളത് ചർച്ച ചെയ്യണം, അത് സുതാര്യമായിട്ട് കൊണ്ടുപോകണം. ഇത് എവിടെയും ഇല്ലാത്തൊരു സംഭവമാണ് ഇന്ന് നടന്നത്. ഒരു പോലീസൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുക എന്ന് പറഞ്ഞാൽ അത്രയും അതൊരു ശരിയായ ഒരു നടപടിയല്ല ഇന്ന് സംഭവിച്ചത്. വെറുതെ ഡയസിൽ കയറി ചെയർപേഴ്സൺ, ഒരു വനിതയാണ് ചെയർപേഴ്സൺ പറഞ്ഞ നിഷാദ് സുബീഷ് 2 കൗൺസിലർമാർ യാതൊരു കാരണവശാലും അതനുസരിക്കാറില്ല. നേരെ മറിച്ച് ഇസാക്ക ചെയർപേഴ്സൺ പറഞ്ഞാൽ അത് അനുസരിക്കും, അതിനോട് യോജിക്കും. അവിടെ ഇരുന്ന് പക്വതയോടെയാണ് എന്ത് കാര്യം പറയാനുള്ളത് മുഴുവൻ ഇസാക്ക പറയാറുണ്ട്. അത് പറയണം, അത് അവർ പ്രതിപക്ഷ പറയണം. പക്ഷെ അത് ചെയർപേഴ്സൺ അപമാനിച്ചുകൊണ്ടുള്ള ഒരു വാക്കോ ഇവർ 2 പേര് അപ്പം ഞാൻ ചോദിച്ചു ഇസാക്കാനോട് ഞാൻ ചോദിച്ചു, ഇസാക്ക നിങ്ങൾക്ക് അവരെ പോയിട്ടൊന്ന് നിയന്ത്രിച്ചുകൂടെ, ഇങ്ങനെ അഴിച്ചു വിടണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇസാക്ക ഒന്നും മിണ്ടാതെ ഇരിക്കുക, കാരണം ഇസാക്കാക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇസാക്കാൻ്റെ നേരേക്ക് അങ്ങനെ കയറി വരികയല്ലേ ഇവർ. അങ്ങനത്തെ ഒരു വിഷയമാണ് ഇന്ന് അവിടെ ഉണ്ടായത്. അത് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം നല്ലൊരു അതിൻ്റെ പ്രമേയം നോക്കിക്കോളൂ. ഞാൻ അതിൽ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കി എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല, വായിച്ചിട്ടില്ല, എഴുതി കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇത് ഞാൻ എന്താ പറഞ്ഞത്, മുടങ്ങിക്കിടക്കുന്ന മാസഗഡു എത്രയാണോ ഉള്ളത് അത് ഈ സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുക്കും. ഇവരിപ്പോൾ ഇന്നലെ അടക്കം പ്രതിഷേധ പ്രകടനം ഉണ്ടായിട്ട് പറഞ്ഞത് സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്ത് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട്, അവർ ഭർത്താവിൻ്റെ ജോലി കൊണ്ട് അവർക്ക് വേതനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തതിനാലാണ് അവർ പുറത്തേക്ക് ഒരു ബാഗും തൂക്കി വരുന്നത് ജോലിക്ക്. അതിൽ അവർ 2 ഭാഗത്തേക്ക് ബസ് കയറി പോകുമ്പോൾ അതിൻ്റെ പൈസ പോകുമ്പോൾ അവർക്ക് അതിൽ ഒരുപാട് വിഷമമുണ്ട്. അത്രയും സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു പ്രതിപക്ഷമാണെങ്കിൽ, ഒരു കേരള സർക്കാരുമാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സ്ത്രീ സുരക്ഷ നിർത്തലാക്കാതെ തുടർന്ന് കൊണ്ടുപോയിക്കൂടാ? അത്രയേ ഉള്ളൂ ഞാൻ അത് ചോദിച്ചതിന് നിർത്തലാക്കി എന്നുള്ളൊരു വാക്ക് അതിൽ പെൻഡിങ് ആക്കണ്ട, നിർത്തലാക്കി എന്നുള്ളൊരു വാക്കേ അതിൽ വന്നിട്ടില്ല. പെൻഡിങ് ആക്കാതെ മുടങ്ങിയതും കൂടി കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്കൊരു പ്രമേയം അവതരിക്കാനുള്ള അവകാശമല്ലേ? അതിനെന്തിനാണ് ഒരു വനിതാ കൗൺസിലർ ഇത്രയും അപഹാസ്യമായ രീതിയിൽ സുബീഷിൻ്റെ വായിന്ന് എന്തെല്ലാം വാക്കുകളാണ് വന്നത്, നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ പറഞ്ഞിട്ടില്ല. സാജിദ കൗൺസിലർ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സുബീഷ് കൗൺസിലറെ ഭാര്യ രശ്മി കൗൺസിലർ എൻ്റെ അടുത്ത് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കതിൽ ഭയങ്കരമായ പ്രതിഷേധമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതിനോടൊപ്പം നന്നായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അത് അവരറിയിക്കും. സ്ത്രീ സുരക്ഷയായിട്ടൊരു കാര്യം പറയാം. ചെയർപേഴ്സൺ പറയുന്ന കാര്യങ്ങൾ കൗൺസിൽ യോഗത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ അംഗീകരിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊരു അധ്യക്ഷയാണ്, അത് നിയന്ത്രിക്കേണ്ട എല്ലാ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. നിങ്ങൾക്ക് എന്താ അറിയാം, നിങ്ങൾ വീട്ടിൽ പോയിരുന്നോ, പള്ളിയിൽ പോയി പറഞ്ഞോ, ഇതൊക്കെയാണ് അവരെ കമാൻഡ്. അതൊക്കെയാണ് അവരെ കമാൻഡ്. പിന്നെ ഇപ്പം നമ്മളെന്താ ചെയ്യുക? പറഞ്ഞാൽ കേൾക്കണില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രായം അല്ലെങ്കിൽ നമ്മളെ താഴെയുള്ള ആളുകളൊന്നും അല്ലല്ലോ, സാമാന്യ ബോധം നമ്മളിലേറെ പ്രായമൊക്കെ ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. നമ്മൾ അത് പിന്നെ അതിനനുസരിച്ചിട്ട് പെരുമാറണ്ടേ? ഒരു കൗൺസിലല്ലേ. ഇപ്പോൾ സ്ത്രീ സുരക്ഷയായിട്ട് പറയാനുള്ളത്,
സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് നമ്മൾ 2 മാസത്തെ പെൻഡിങ് ഉള്ള കാര്യമാണ്, ഒരു ആശങ്കയാണ് അവിടെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് സാജിദ കൗൺസിലർ അവിടെ ഉന്നയിച്ചത്. ഈ പറയപ്പെടുന്ന സുബീഷ് കൗൺസിലർ ഇതിന്റെ മുമ്പ് നമുക്കറിയാം ചെർപ്പുളശ്ശേരി നഗരസഭ സ്ത്രീ സുരക്ഷയിൽ നമ്മൾ ഉൾപ്പെടാത്തതിന് വേണ്ടിയിട്ട് നിഖിലിനെ അറിയായിരിക്കും, 1-2 കൗൺസിലിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഉന്നയിച്ചതാണ്, എന്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി മാത്രം ഇതിൽ ഉൾപ്പെടുന്നില്ല, എന്തുകൊണ്ട് അതിനൊരു ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് അതിനൊരു നടപടി സ്വീകരിക്കുന്നില്ല, സെക്രട്ടറി എന്തുകൊണ്ട് അത് ഓതറൈസ് ചെയ്യാത്ത ആ ഒരു കാര്യം വെച്ചിട്ട് നിഖിൽ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അപ്പൊ അതില് അത്രത്തോളം അന്ന് അവർ പ്രതിഷേധിച്ച ഈ ഒരു സുബീഷ് കൗൺസിലറും മറ്റ് അംഗങ്ങളും എന്തുകൊണ്ട് ഇന്ന് ഈ 2 മാസം സ്ത്രീ സുരക്ഷ നിർത്തല അല്ലെങ്കിൽ വൈകി എന്നതുകൊണ്ട് അവരൊന്നും പറയാത്തത് എന്താ? അപ്പം അതിലൊരു ഖേദം പ്രകടിപ്പിക്കാത്തത്? അന്ന് പറഞ്ഞ ആ സ്ത്രീകൾ തന്നെയല്ലേ ഇന്നും അവിടെ ഉള്ളത്? ആ ലിസ്റ്റിൽപ്പെട്ടവർ ഇന്നും അവരോട് ചോദ്യം ചെയ്യുന്നുണ്ടാവില്ലേ? ഇല്ലാവില്ലേ? അപ്പൊ അത് ആ ഒരു കാര്യത്തിൽ ഇന്നിപ്പോ എന്താ ഒരു മൗനം പറയുന്നത്? താൽക്കാലികമായിട്ട് കൗൺസിൽ യോഗം നിർത്തിവെച്ചിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് ഇപ്പോൾ ഉച്ചവരെ അപ്പം നിർത്തിവെച്ചു. അത് അക്രമാസക്തമായി പോവുകയാണെന്ന് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് 2:30-ക്ക് തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ട്. ഈ ഭരണസമിതിയെ ജനങ്ങൾ ഇന്ന് ഉണ്ടായ വിഷയം 2 പ്രമേയം അവതരിപ്പിക്കാൻ ചെയർപേഴ്സൺ കൗൺസിലിൽ അറിയിച്ചു. അപ്പോൾ 2 പ്രമേയം, ആദ്യത്തെ പ്രമേയത്തിനും സ്ത്രീ സുരക്ഷയുടെ അത്ര ഇല്ലെങ്കിലും അജ്മൽ അബ്ബാസിനെയും അവർ നമുക്ക് മനസ്സിലാവും അത് ഏത് തരത്തിലാണ് നായശല്യം പിന്തുണച്ചു, എന്തുകൊണ്ട് പിന്തുണച്ചു ഇന്നെങ്കിലും അത് അവതരിപ്പിച്ചതിനുള്ള അത് ഏത് തരത്തിലാണ് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അത് ചർച്ചയ്ക്ക് എല്ലാവർക്കും അവസരവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്, അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് പറയേണ്ട, സാജിദ കൗൺസിലർക്ക് മാത്രമോ ചെർപ്പശ്ശേരി നഗരസഭയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല സാജിദ കൗൺസിലർ പറഞ്ഞത്. കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഇത് അർഹതപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കാൻ ഒരു പ്രമേയമാണ് അവതരിപ്പിച്ചത്. അതിന് ഇത്രമാത്രം പുച്ഛിക്കേണ്ട ആവശ്യം എന്താണ്? ഞങ്ങളെല്ലാവരും ഒരു വനിതയാണ്. ആ എല്ലാ അത് ആ ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാ വനിതകൾക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഇതിൽ പ്രതിഷേധമാണ്. സാജിദ കൗൺസിലറുടെ മാത്രം ഒരു തെറ്റോ കുറ്റം കൊണ്ടോ അല്ലാതെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട്, നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് സാജിദ അത് വായിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു സ്ത്രീകളോട് എത്രമാത്രം പുച്ഛമായിട്ടാണ്, ഇങ്ങനെ ഒരു കൗൺസിൽ മര്യാദ ഇല്ലാത്ത കൗൺസിലർമാരാണോ എന്ന് നമുക്ക് തോന്നാം. കൗൺസിലിന് അതിൻ്റെതായ ചില മര്യാദകളുണ്ട്. ചെയർപേഴ്സൺ ഡയസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൗൺസിൽ മര്യാദ എന്ന് തന്നെ പറയും. അത് നമ്മൾ പാലിച്ചേ പറ്റൂ. അത് ഡയസിലിരിക്കുന്ന എനിക്കടക്കം അതിന് ഉത്തരവാദിത്തമുണ്ട്, ആ കൗൺസിൽ മര്യാദ. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇരുത്താം? അത് നടക്കില്ല. ഷൗട്ട് ചെയ്ത് ഇരുത്തിയിട്ട് കൗൺസിൽ യോഗം ഇതാക്കുകയെന്നില്ല. ചെയർപേഴ്സണെ പറഞ്ഞതും ഞാൻ അത് അപ്പം തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ചെയർപേഴ്സണോട് അങ്ങനെ പറയാൻ പാടില്ല. അത് ഏത് ചെയർപേഴ്സണോ ആരോ എന്തോ ആവട്ടെ, പ്രായോ പക്വത അതല്ല, സ്ഥാനം ചെയർപേഴ്സണാണ്. ചെയർപേഴ്സണോട് പറഞ്ഞിട്ടുള്ള അസഭ്യമായ വാക്കുകൾ, അസഭ്യം എന്നത് പറയാൻ പറ്റുമോ എന്നതല്ല, പോയി പള്ളി പറഞ്ഞാൽ മതി. ഈ ചെയർപേഴ്സൺ ഇരിക്കാൻ പറഞ്ഞാൽ എത്ര പ്രായം കൂടിയ കൗൺസിലറാണോ ഞങ്ങളാണോ ആരാണെങ്കിലും ചെയർപേഴ്സൺ ഇരിക്കാൻ പറഞ്ഞാൽ കൗൺസിലിൽ ഇരിക്കണം. അത് കൗൺസിൽ മര്യാദയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എന്തൊക്കെയോ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. വീട്ടിൽ പോയി പറയാനുള്ള കൗൺസിൽ യോഗത്തിനാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെയൊക്കെ ഇപ്പോൾ ചെയർപേഴ്സൺ ഇങ്ങോട്ട് വിളിക്കണ്ടല്ലോ. ചെയർപേഴ്സൺ വീട്ടിലിരുന്നിട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ. ഒരു കൗൺസിൽ യോഗത്തിന് അതിൻ്റെതായ പക്വതയും മര്യാദ ഉണ്ടെന്ന് എല്ലാ കൗൺസിലർമാരും ഈ പറയുന്ന നമ്മളടക്കം അത് മനസ്സിലാക്കേണ്ടതാണെന്നുള്ള പറയാത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണസമിതിയാണ് ചെർപ്പശ്ശേരി നഗരസഭ ഭരിക്കുന്നത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ വാക്പോരും നിങ്ങളുടെ കയ്യാങ്കളിയും കണ്ട് ജനങ്ങൾ വിലയിരുത്തും. ക്യാമറ പേഴ്സൺ ബാദുഷ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, 1 News. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.